നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് വൺ ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. ഏതൊരു വ്യക്തിയുടെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ് എന്നത്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസും മെമ്മറീസും എല്ലാം പിന്നീട് ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഫോർമേഷനെയും പെരുമാറ്റത്തിനെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ കുഞ്ഞിന്റെ പ്രൈമറി കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേരൻസ് കൊടുക്കുന്ന ആ ഒരു കെയറും അല്ലെങ്കിൽ ട്രസ്റ്റും അവർ തമ്മിൽ ഉണ്ടാവുന്ന ഇമോഷണൽ ബോണ്ടിങ്ങും എല്ലാം പിന്നീട് അഡൾട്ട് ലൈഫിൽ ആ കുഞ്ഞ് ഫ്രണ്ട്സുമായിട്ടും പാർട്ട്നേഴ്സുമായിട്ട് ബിൽഡ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അറ്റാച്ച്മെന്റ് തിയറിനെ കുറിച്ച് പ്രപ്പോസ് ചെയ്ത് സൈക്കോളജിസ്റ്റായ ജോൺ ബൗൾബിയും മേരി എയിൻസ്വർത്തും പ്രധാനമായിട്ടും 4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ്. അതിൽ ആദ്യത്തേതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ആങ്ഷ്യസ് ആയിട്ടുള്ള, വളരെ എപ്പോഴും റിലേഷൻഷിപ്പിൽ അവർക്ക് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ ഇങ്ങനെയുള്ളവർ അവരുടെ പാർട്ട്ണർ എപ്പോഴും അവരുടെ കൂടെ അടുത്ത് വേണം എന്ന് ക്രേവ് ചെയ്യുന്നവരാണ്. അത് സ്നേഹം കൊണ്ടിട്ട് മാത്രമല്ല, അവരെ ഉപേക്ഷിച്ചിട്ട് പോവോന്നുള്ളൊരു പേടിയും വിശ്വാസക്കുറവൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ്. സോ ഇങ്ങനെയുള്ളവര് they always need a reassurance, constant reassurance. They always seek for constant validation from their partner because of this intense fear of abandonment. And they often feel very clingy or needy. ആൻഡ് ഇങ്ങനെയുള്ളവർ കൂടുതലും അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി എപ്പോഴും അവർ ഓവർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും അവരുടെ പാർട്ട്ണറുമായിട്ട്. അത് കൂടുതലും അവർക്ക് ഈ പറയുന്ന ഒരു അബാൻഡൻമെന്റ് ഫിയറും അതുപോലെ തന്നെ ലോ സെൽഫ് എസ്റ്റീം ഒക്കെ ഉള്ളത് കൊണ്ടിട്ടാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ട്രസ്റ്റ് ദെയർ പാർട്ട്ണർ ദാറ്റ് ദെയർ പാർട്ട്ണർ ലവ് ദം. അത് വിശ്വസിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഓൾസോ അവര് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഓവർ അനലൈസ് ചെയ്യുന്നവരാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോൾ അവരെപ്പോഴും കൂടുതലായിട്ട് അത് ഓവർ അനലൈസ് ചെയ്ത് എക്സസീവ് ആയിട്ട് വെറി ചെയ്യുന്നവരാണ്. എപ്പോഴും അവരൊരു ഹൈപ്പർ വിജിലൻറ്റ് സ്റ്റേറ്റിലായിരിക്കും എപ്പോഴും ഇരിക്കുക. എന്നെ വിട്ടിട്ട് പോവോ, എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവോ എന്നുള്ളൊരു ഒരു എന്താ പറയാ തോട്ടാണ് അവർക്ക് എപ്പോഴും അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നെക്സ്റ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. സോ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈല് ദേ ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ഇൻഡിപെൻഡൻസ്. ആൻഡ് ഈ റിലേഷൻഷിപ്പിലുള്ളവർക്ക് ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ, അവർക്ക് ഇന്റിമേസി അല്ലെങ്കിൽ ക്ലോസ് ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. ദേ ഓൾവേസ് കീപ് ദെയർ പാർട്ട്ണർ അറ്റ് ആൻ ഇമോഷണൽ ഡിസ്റ്റൻസ്. എപ്പോഴും അവർക്ക് ഇമോഷണലി അവർക്ക് അറ്റാച്ച്ഡ് ആവണ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. സോ ദേ ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടിരിക്കാനും, സെൽഫ് റിലയൻസ് ഓവർ ഇന്റിമസി, ആൻഡ് ഓൾസോ ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ഇൻഡിപെൻഡൻസ് ഓവർ ഈ പറയുന്ന ക്ലോസ്നെസ്. സോ ഈ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വൾണറബിൾ ആവാതിരിക്കാൻ അവര് ഇമോഷൻസ് അവര് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യില്ല, അവർ ഓപ്പൺ അപ്പ് ആവില്ല. അവർക്ക് അവിടെ എപ്പോഴും ഒരു എന്താ പറയാ, ഡീപ് ഡൗൺ അവർക്ക് ആ ഇന്റിമസി ആവാനായിട്ട് ഭയങ്കര പേടിയാണെങ്കിലും ഒരു മീനിങ് ഫുൾ കണക്ഷന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുന്നവരായിരിക്കും ഇവര്. നെക്സ്റ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇസ് ഫിയർഫുൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഡിസോർഗനൈസ്ഡ് ആണ്. അപ്പോഴും അവര് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. സോ ദീസ് പീപ്പിൾ ആർ ഡിസയറിങ് ദീസ് പീപ്പിൾ വിൽ ബി ഡിസയറിങ് ഫോർ ക്ലോസ്നെസ് ബട്ട് സൈമിൾട്ടേനിയസ്ലി ദേ വിൽ ബി ഓൾസോ ഫിയറിങ് ഇറ്റ് വിച്ച് ലീഡ്സ് ടു അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ. അപ്പൊ ഇവിടെ നമുക്ക് ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡന്റ് ബിഹേവിയർ കാണാൻ പറ്റും. ഒരു മിക്സ്ചർ ഓഫ് എന്താ പറയാ ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡന്റ്. സോ ഇവിടെ അവര് ദേ വിൽ ബി ഫിയർഫുൾ ഓഫ് being intimate with their partner as well as they have a fear of abandonment. രണ്ടും ഉണ്ടാവും. And also it's difficult for them to trust their partner, and often they push their partner away when they get too close, but at the same time they have this fear of being left alone. So രണ്ടും they have this എന്താ പറയാ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് about how to perceive intimacy and how to avoid closeness. And also they switch between closeness and emotional withdrawal. So ഇവിടെ മോസ്റ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് അവർ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അവരുടെ ഇമോഷൻസും അവരുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് ഭയങ്കര കൺഫ്യൂസിങ്ങും ഒക്കെ ആയിട്ടുള്ള വ്യക്തികളായിട്ട് നമുക്ക് ഇവരെ കാണാം. സോ ചെറുപ്പത്തിലെ പേരൻസ് അവർക്ക് വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ നീഡ്സ്, കുട്ടികളുടെ നീഡ്സ്
മീറ്റ് ചെയ്തിട്ടില്ല, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനായിരിക്കും സാധ്യതയുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ലാസ്റ്റ് സെക്ടർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആണ്. സോ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് പാർട്ട്ണറുമായിട്ട് ഇന്റിമസി ആവാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവര് വളരെ അവരുടെ പാർട്ട്ണറിനെ ട്രസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ദേ ഓൾസോ ഫോം എ വെരി ഹെൽത്തി ആൻഡ് ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്പ്. ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അവിടെ മ്യൂച്വൽ ആയിട്ടുള്ള ട്രസ്റ്റ്, മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ട്, അതുപോലെ തന്നെ അവര് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ടാവും. ഇവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ആൻഡ് ഓൾസോ ദേ ഫീൽ വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഓൾസോ ദേ മെയിൻറ്റെയിൻ ദെയർ റിലേഷൻഷിപ്പ് ഇൻ എ വെരി സ്റ്റേബിൾ വേ. അവരവരുടെ റിലേഷൻഷിപ്പിനെ വളരെ ഭംഗിയായിട്ട് അവർ നിലനിർത്തിക്കൊണ്ട് പോകും. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരാണ്. വളരെ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട്, വിതൗട്ട് ബീങ് ഡിഫെൻസീവ്, വളരെ കാം ആൻഡ് ജെന്റിൽ ആയിട്ട്, റെസ്പെക്ട്ഫുൾ ടോണിൽ അവരവരുടെ പാർട്ട്ണറിനോട് അവരുടെ ഇമോഷൻസ്, അവരുടെ നീഡ്സ് എല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൻഡ് very importantly, they are very comfortable, they feel very comfortable with closeness as well as independence. രണ്ടും അവർ ഓക്കെ ആണ്. ഒറ്റടിക്ക് പറഞ്ഞാൽ they balance intimacy with independence. ആൻഡ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ഈ they are very good at receiving love. നമുക്കൊക്കെ ലവ് റിസീവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു പൂർണ്ണതയോടുകൂടി, അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ്സോടുകൂടി നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിക്കണം എന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കത് റിസീവ് ചെയ്യണം പറ്റണം എന്നില്ല. സോ ഇവിടെ സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ വെരി ഗുഡ് കപ്പാസിറ്റി ഓഫ് റിസീവിങ് ലവ് വിതൗട്ട് ദി പ്രോബ്ലം ഓഫ് അക്സെപ്റ്റൻസ്. ആൻഡ് ഓൾസോ they set healthy boundaries with others or with their partner without the fear of rejection. And അവരുടെ പാർട്ട്ണർ അവരുടെ അടുത്തില്ലെങ്കിൽ കൂടിയും they feel very secured. They feel very secured even when their partner is at a distance, physically distance ആണെങ്കിൽ കൂടിയും they feel very secure. So ഇങ്ങനെ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെറുപ്പത്തിലെ അവരുടെ പേരൻസ് അവർക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടും വളരെ നല്ലൊരു എന്താ പറയാ ട്രസ്റ്റ് പേരൻസ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ളവർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അവരുടെ അഡൾട്ട്ഹുഡ് ലൈഫിലൊക്കെ വളരെ വളരെ കോൺഫിഡന്റ് ആയിട്ടും വളരെ ട്രസ്റ്റിംഗ് ആയിട്ടും ഇമോഷൻസിനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവർ റിലേഷൻഷിപ്പിൽ അപ്സ് ആൻഡ് ഡൗൺസിനെ വളരെ സ്മൂത്ത് ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കും സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തികൾ. സോ ഏറ്റവും പ്രധാനമായിട്ട് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന, കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കെയർ ആണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിലേക്ക് പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ളവർ അവരുടെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ബന്ധങ്ങളിൽ സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും. സോ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈല് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കോൺഫ്ലിക്ട്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതെല്ലാം ആ റിലേഷൻഷിപ്പിൽ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എത്ര ഫിനാൻഷ്യൽ, നമ്മൾ എത്ര റിച്ച് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തോരം പഠിച്ചു, എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ കൾച്ചർ, ഇതൊന്നും നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിന്റെ ആയിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ പാരൻസ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ്, ഇതൊക്കെയാണ് പാരൻസിന്റെ മാത്രം റോള് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വളർന്നു വരുന്ന സമയങ്ങളിൽ നമ്മൾ സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്തു എന്നതും നമ്മൾ മറ്റുള്ളവരായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു തെറാപ്യൂട്ടിക് ഇന്റർവെൻഷനിലൂടെ നമ്മൾ നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പാസ്റ്റിലേക്ക് ഒന്ന് നോക്കണം. നമ്മുടെ കെയർ ഗീവേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. ലൈക്ക് ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ മീറ്റ് ചെയ്തിരുന്നോ, നമ്മൾ ആ ഒരു സമയത്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്തിരുന്നോ, ഇപ്പോഴുള്ള ഒരു കറന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കോൺസ്റ്റന്റ് റീഅഷുറൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടോ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇന്റിമസി പുലർത്താനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ,
അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണേ? നമ്മളത് അവോയ്ഡ് ചെയ്യോ അതോ നമ്മൾ അത് ആങ്ഷ്യസ് ആയിട്ടാണോ, എങ്ങനെയാണ് വിത്ഡ്രോ ചെയ്യോ, ആങ്ഷ്യസ് ആയിട്ടാണോ നമ്മൾ അതിനെ നോക്കി കാണുന്നത്? സോ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോൾ സെക്യൂർ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കാരണം ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാം. ഫോർ എക്സാമ്പിൾ, സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തി ഒരു അബ്യൂസീവ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചു തുടങ്ങാം. സോ നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു സൈക്കോളജിസ്റ്റിനെ സീക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, ഒരു സെൽഫ് അവയർനെസ്സിലൂടെ നമുക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയസിലാണ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.